കഥയാരംഭിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പുള്ള 1789 കാലഘട്ടത്തിലെ ഫ്രാൻസിലാണ്. ചാംഫോർഡ് എന്ന ഇടത്തെ പ്രഭുവിന്റെ കൊട്ടാരത്തിലെ പ്രധാന കുക്കായിരുന്നു പിയർ എന്ന വ്യക്തി. പിയറിന്റെ ഭാര്യ മരണപ്പെട്ടു പോയതാണ്. മകൻ ബെഞ്ചമിനൊപ്പം വർഷങ്ങളായി ആ കൊട്ടാരത്തിൽ അയാൾ ജോലി നോക്കി വരുന്നു. അന്നൊരു ദിവസം പതിവ് പോലെ കുക്കിംഗ് പുരോഗമിക്കുമ്പോൾ പ്രഭുവിന്റെ പ്രധാന സേവകൻ ഹയാസിൻത്ത് കടന്നു വന്നു. പിയർ കുക്ക് ചെയ്ത ഭക്ഷണം പ്രഭുവിന്റെ ഗസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അവർക്ക് സ്പെഷ്യലായി എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. മികച്ച ഭക്ഷണം അവർക്ക് വേണ്ടി നൽകാൻ അവരെ തൃപ്തിപ്പെടുത്താൻ പിയറിന് സാധിച്ചാൽ പാരീസിൽ പോയി എല്ലാവർക്കും വേണ്ടി നല്ല ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം പിയറിന് ലഭിക്കും. പിയർ എന്ന ഭക്ഷണം പാകം ചെയ്തു. അതിമനോഹരമായ രുചി വൈഭവങ്ങളുള്ള ഒരുപാട് വിഭവങ്ങൾ തീർത്തു. ആ കൂട്ടത്തിൽ പിയർ തന്റെ തന്നെ റെസിപ്പിയായ ഒരു കേക്കും ഉണ്ടാക്കി. പൊട്ടറ്റോയും മഷ്റൂംസും ഒക്കെ വെച്ചുള്ള വ്യത്യസ്തമായൊരു വിഭവമായിരുന്നു അത്. ഡെലീഷ്യസ് എന്നായിരുന്നു അദ്ദേഹം അതിന് പേരിട്ടതും. 18-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ്. അന്നൊക്കെ സമ്പന്നരായ പ്രഭുക്കൾ തങ്ങളുടെ ആഢ്യത്വം കാണിക്കുവാൻ തങ്ങളെത്ര വലിയവരാണ് എന്ന് കാണിക്കുവാൻ പ്രധാനമായും ചെയ്തിരുന്നത് കുലീനമായ വസ്ത്രം ധരിക്കലും മറ്റുള്ളവർക്ക് അത്രമേൽ രുചിവൈഭവത്തോടു കൂടിയ ഭക്ഷണം സെർവ് ചെയ്യുകയുമായിരുന്നു. അവരുടെ വലിയ കൊട്ടാരങ്ങൾ അതിന് മൂകസാക്ഷിയാകും. അന്ന് പ്രഭുവിന്റെ അഥവാ ഡ്യൂക്കിന്റെ ഗസ്റ്റുകൾ പിയറിന്റെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അവരിൽ നിന്ന് നേരിട്ട് കമന്റ്സ് കേൾക്കാൻ പിയറിനെ ഡ്യൂക്ക് അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. എല്ലാ ഗസ്റ്റുകൾക്കും ഓരോരോ ഭക്ഷണവും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പലരും അതിൽ പലതിനെയും പുകഴ്ത്തുകയും ചെയ്തു. പക്ഷേ അതിലൊരു ഗസ്റ്റ് ഡിലീഷ്യസ് എന്ന പേരിൽ പിയർ അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കി കൊടുത്ത ആ ഒരു ചെറിയ കേക്ക് പോലുള്ള വിഭവമുണ്ടല്ലോ, അതിനെ വല്ലാതെ വിമർശിച്ചു. അതിൽ പൊട്ടറ്റോ അഥവാ കിഴങ്ങ് കണ്ട് തങ്ങളെ കൊച്ചാക്കാനാണ് കിഴങ്ങുൾപ്പെട്ട ഭക്ഷണം തങ്ങൾക്ക് വിളമ്പിയത് എന്ന മട്ടിലായിരുന്നു അയാൾ പറഞ്ഞത്. മണ്ണിനടിയിൽ വിളയുന്ന ഭക്ഷണ വിഭവങ്ങൾ പ്രഭുക്കന്മാരെ കൊച്ചാക്കാൻ വേണ്ടി വിളമ്പുന്നതാണത്രേ. എല്ലാവരും അത് കേട്ട് ചിരിക്കുകയും പിയറിനെ പരിഹസിക്കുകയും പിയറിന്റെ ആ ഡിഷിനെ വില കുറച്ച് സംസാരിക്കുകയും ചെയ്തു. പിയർ ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയാണ്. ഗസ്റ്റ് അങ്ങനെ വിമർശനം ഉന്നയിച്ചതിൽ ഡ്യൂക്കിനും ദേഷ്യം വന്നു. മുട്ടുകുത്തി അവരോട് മാപ്പപേക്ഷിക്കാൻ ഡ്യൂക്ക് പിയറിനോട് പറഞ്ഞു. പക്ഷേ തന്റേതല്ലാത്ത ആ ഒരു തെറ്റിന് മാപ്പപേക്ഷിക്കാൻ പിയർ തയ്യാറായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, സ്വാഭാവികമായും ആ ജോലിയിൽ നിന്നും പിയറിനെ പറഞ്ഞയച്ചു. പിയർ മകനെയും കൂട്ടി നേരെ പോയത് തന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു. പണ്ടത് ഒരു സത്രം പോലെ പ്രവർത്തിച്ചിരുന്നു. അവിടെ എത്തിയ പിയർ കണ്ടത് വീട് ഭാഗികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. വീട്ടിലൊന്നും കാണുന്നുമില്ല. അയൽവക്കക്കാരൻ ജേക്കബുമായി സംസാരിച്ചപ്പോഴാണ് പിയർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പിയറിന്റെ അച്ഛൻ മരണപ്പെട്ടു. അതിൽ പിന്നെ ഏറെ പാവങ്ങളും മറ്റും വന്ന് അവിടെ ഉണ്ടായിരുന്ന പല വസ്തുക്കളും കൊള്ളയടിച്ചു കൊണ്ടുപോയി. പാവപ്പെട്ട പലരും അവിടെ വന്നിട്ടായിരുന്നു ഭക്ഷണവും മറ്റും കഴിച്ചിരുന്നത്. പിയറിന്റെ അച്ഛന്റെ മരണത്തോടെ അവർക്ക് സൗജന്യ ഭക്ഷണം ലഭിക്കാതെയായി. വീട് മുഴുവൻ ഭക്ഷണം തിരഞ്ഞ വീടിങ്ങനെ അലങ്കോലമായി പോയത് ജേക്കബ് അവരോട് ക്ലിയറായി പറഞ്ഞു. അന്ന് രാത്രി ഒരു വശത്ത് കിടന്നായിരുന്നു അവർ ഉറങ്ങിയത്. പിറ്റേന്ന് പുലർച്ചെയോടെ അവര് വീടും പരിസരവും ക്ലീൻ ചെയ്തു. അന്ന് അവരെ തേടി ഒരു വിസിറ്റർ എത്തി. പറഞ്ഞല്ലോ, പണ്ടതൊരു സത്രം പോലെ പ്രവർത്തിച്ചിരുന്നു. അവിടെ വരുന്നവർക്ക് ഭക്ഷണവും മറ്റും പിയറിന്റെ അച്ഛൻ വെച്ചു വിളമ്പിയിരുന്നു. അതിന് അദ്ദേഹത്തിന് ചെറിയൊരു പ്രതിഫലവും ലഭിക്കും. പിയർ എന്ന വെയർഹൌസിൽ ജോലിയിലായതുകൊണ്ട് ബെഞ്ചമിനായിരുന്നു വന്ന വ്യക്തിയെ ട്രീറ്റ് ചെയ്തത്. അയാൾക്ക് അവൻ ഭക്ഷണം വെച്ചു കൊടുത്തു. ചെറിയൊരു പ്രതിഫലവും ലഭിച്ചു. പിയർ വെയർഹൌസിൽ ജോലിയിലായിരിക്കെ അങ്ങോട്ടേക്ക് ഒരു ലേഡി കടന്നു വന്നു. ലൂയിസ് എന്നായിരുന്നു അവരുടെ പേര്. ലൂയിസ് പിയറിനോട് സംസാരിക്കാൻ തുടങ്ങി. പിയർ എത്ര വലിയ കുക്കാണ് എന്നിവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാനും ഒരു കുക്കായി ജോലി നോക്കുകയായിരുന്നു. പിയർ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന കാര്യം അറിഞ്ഞപ്പോ പിയറിന്റെ കീഴിൽ ചേർന്ന് കുക്കിംഗ് ഒന്നുകൂടി അഭ്യസിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ നിങ്ങളുടെ അസിസ്റ്റന്റായി ചേർക്കാമോ, കുക്കിംഗ് പഠിപ്പിക്കാമോ? പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ പിയർ അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രിയിൽ ജേക്കബിനും ബെഞ്ചമിനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബെഞ്ചമിൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് മറ്റേതെങ്കിലും നോബിളിന്റെ അടുത്ത്, ഏതെങ്കിലും പ്രഭുവിന്റെ അടുത്ത് അവരുടെ ഷെഫായി ജോലി നോക്കാൻ വേണ്ടി അപേക്ഷിക്കാമല്ലോ. അച്ഛന്റെ ഭക്ഷണം ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞ അച്ഛൻ അവിടെ പ്രധാന ഷെഫായി ജോലി കിട്ടും. പിയർ പറഞ്ഞു, ഡ്യൂക്കിന്റെ അടുത്ത് 10-20 കൊല്ലമായി ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടം എനിക്കിപ്പോൾ വീട് പോലെയാണ്. എനിക്ക് മറ്റൊരാളുടെ കിച്ചണിൽ പോയി ഇനി ജോലി ചെയ്യാൻ പറ്റില്ല. കാര്യം ശരിയാണ്, എനിക്ക് ഡ്യൂക്കിനോട് ദേഷ്യമുണ്ട്. പക്ഷേ ഡ്യൂക്ക് എനിക്ക് ബഹുമാനം തന്ന് എന്നെ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വീണ്ടും തിരികെ വിളിച്ചാൽ ഞാൻ തിരികെ പോകും. അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യും. പിയറിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അന്ന് രാത്രിയിൽ കനത്ത മഴയും മറ്റും പെയ്തിരുന്നു. അടുത്ത ദിവസം പുറത്തിറങ്ങിയ ഡ്യൂക്ക് ആ കാഴ്ച കണ്ടു. തലേ ദിവസം ഞാൻ ഇനി പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞുവിടാൻ നോക്കിയ ലൂയിസ് എന്ന ലേഡി പോയിട്ടില്ല. അത്ര വലിയ മഴയൊക്കെ കൊണ്ടിട്ടും അവർ അവിടെ തുടരുകയായിരുന്നു. നിങ്ങളെപ്പോലെ കുക്ക് ചെയ്യാൻ എന്നെ പഠിപ്പിക്കാമോ
അപ്പോഴും അവളെ തന്റെ അസിസ്റ്റന്റ് ആക്കാൻ പിയറിന് തീരെ മനസ്സുണ്ടായിരുന്നില്ല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണ് ഷെഫ് ആവുക എന്നത്, പെണ്ണുങ്ങൾക്ക് ഈ ജോലിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ വീണ്ടും മടക്കി അയക്കാനായിരുന്നു പിയർ നോക്കിയത്. പക്ഷെ അവളുടെ മനസ്സും ഒരു കാര്യം നേടിയെടുക്കാൻ അവൾ കാണിക്കുന്ന ആർജവും ഒക്കെ കണ്ടപ്പോ മനസ്സുമാറ്റാൻ പിയർ തയ്യാറായി. ലൂയിസിനെ തന്റെ ശിഷ്യയായി പിയർ അംഗീകരിച്ചു. പതിയെ അവിടുത്തെ ജോലികൾ ഓരോന്നും ലൂയിസ് ഏറ്റെടുത്ത് ചെയ്യാൻ ആരംഭിച്ചു. അവിടുത്തെ സാധാരണ ജോലികളും വരുന്ന ഗസ്റ്റുകളെ പരിപാലിക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ ലൂയിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം അവിടുത്തെ ചില അനാഥ കുട്ടികൾ അവർ വെച്ചിരുന്ന പൂക്കളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അവൾ കണ്ടു. അവൾ അതിനെപ്പറ്റി പിയറിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു. പക്ഷെ പിയർ ദേഷ്യപ്പെട്ടില്ല. പിയർ പറഞ്ഞു, അവർക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാകും. ഞാൻ എന്റെ അച്ഛൻ മുമ്പ് ചെയ്തിരുന്ന കാര്യമായി ഇനി ചെയ്യാൻ പോകുന്നേ. ഭക്ഷണമുണ്ടാക്കി പാവപ്പെട്ട അനാഥ കുട്ടികൾക്ക് ഓർഫനേജിലേക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് കേട്ട് ലൂയിസിന് സന്തോഷം തോന്നി. ലൂയിസ് പുഞ്ചിരിച്ചു. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നീ ഒരു കുക്കാണെന്ന്. നീ നടക്കുന്ന രീതി വെച്ച്, നീ ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ച് നീ ഒരിക്കലും ഒരു കുക്കല്ല. ഒന്നുകിൽ നീ ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരിക്കണം, അല്ലെങ്കിൽ നീ ഒരു വേശ്യയാണ്. താൻ പിടിക്കപ്പെട്ടു എന്ന കാര്യം ലൂയിസിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ലൂയിസ് ഒടുവിൽ താൻ ആരാണെന്ന സത്യം പിയറിനോട് തുറന്നു പറയാൻ തയ്യാറായി. ഞാനൊരു വേശ്യയായിരുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണ് എന്നെനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ഷെഫായി നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൾ പിയറിനോട് തുറന്നു പറഞ്ഞു. അവളുടെ സത്യസന്ധത പിയറിന്റെ മനസ്സിൽ തൊട്ടു. അവളെ അവിടെ തുടരുവാൻ അയാൾ അനുവദിച്ചു. അധികം വൈകാതെ അവളെയും കൂട്ടിക്കൊണ്ട് പിയർ അടുത്തുള്ള കാട്ടിലേക്ക് പോയി. കഴിക്കാൻ വേണ്ടുന്ന രുചിക്ക് ചേർക്കുന്ന വസ്തുക്കൾ കാട്ടിൽ നിന്ന് ശേഖരിക്കാനായിരുന്നു അത്. അന്ന് ശേഖരിച്ച വസ്തുക്കളുമായി അവർ തിരികെ വീട്ടിലെത്തി. ഓരോ വസ്തുവും രുചിച്ച് അതിന്റെ ഗുണമെന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യമൊക്കെ പിയർ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ഏതൊക്കെയാണ് വിഷാംശമുള്ളത്, ഏതൊക്കെയാണ് നല്ല പ്ലാന്റുകൾ എന്ന കാര്യവും പിയർ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു കുക്കാവാൻ ആദ്യം ടേസ്റ്റ് ബഡുകളുടെ കഴിവുകൾ വളർത്തണം. അതിന് കണ്ണടച്ച് ഓരോന്നും രുചിച്ചു നോക്കണം. പിയർ പറഞ്ഞതിന് പിന്നാലെ ഓരോ വിഭവവും പിയർ അവളെ കൊണ്ട് രുചിച്ചു നോക്കിപ്പിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലൂയിസിന്റെ മുഖത്തിന്റെ ഭംഗി പിയറിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അവളെ ചുംബിക്കാനെന്ന വണ്ണം പിയർ അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ലൂയിസ് കണ്ണു തുറന്നു. പിന്മാറിയ ലൂയിസ് പിയറിന് നേരെ കത്തി ചൂണ്ടി. പിന്നാലെ ലൂയിസ് അവിടെ നിന്ന് മാറിയിരുന്നു. അടുത്ത ദിവസം എഴുന്നേറ്റ പിയർ കണ്ടത് വന്ന ഗസ്റ്റുകളെ ലൂയിസ് ട്രീറ്റ് ചെയ്യുന്നതാണ്. പിയർ അല്പം മിളിപ്പിനായിരിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാക്കാൻ അവൾക്ക് അടുത്തു ചെന്ന് തലേ ദിവസം സംഭവിച്ചു പോയ തെറ്റിന് പിയർ ക്ഷമ ചോദിച്ചു. ഇനി ഒരിക്കലും അതുപോലൊന്നും സംഭവിക്കില്ല എന്നും പിയർ അവളോടായി പറഞ്ഞു. പിയറിനോട് ക്ഷമിക്കുവാൻ ലൂയിസ് തയ്യാറായിരുന്നു. ലൂയിസ് തന്റെ ജോലികളുമായി മുമ്പോട്ട് പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡ്യൂക്കിന്റെ സേവകൻ ഹ്യാസിൻത്ത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പിയറിന് ഡ്യൂക്കിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പാരീസിൽ നിന്ന് ഡ്യൂക്കിന്റെ കുറെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണം. പിയറിന്റെ അടുത്ത് വെച്ച് തന്നെ അത് നടത്താൻ ഡ്യൂക്ക് സമ്മതിച്ചിട്ടുണ്ട്. ആവശ്യമായ സംഗതികൾ ചെയ്ത് നോബൽസിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പിയറിന്റെ ആ വീടും പരിസരവും മാറ്റിമറിക്കുവാൻ ഡ്യൂക്കിന്റെ ഉത്തരവുമുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡ്യൂക്ക് പറഞ്ഞത് അനുസരിക്കുവാൻ പിയർ തയ്യാറാണോ? ഹ്യാസിൻത്ത് തിരക്കി. പിയറിനതിൽ സമ്മതമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്നതിന് മുമ്പ് ഹ്യാസിൻത്ത് പറഞ്ഞു, ഗസ്റ്റുകൾക്ക് വേണ്ടി ഏറ്റവും മികച്ച ഭക്ഷണം തന്നെ ഉണ്ടാക്കിക്കോ. അവർ അതിൽ ഇംപ്രസ്ഡ് ആയാൽ, ഡ്യൂക്കും ഇംപ്രസ്ഡ് ആയാൽ വീണ്ടും നിനക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ വരാനും കൊട്ടാരത്തിലെ ഷെഫാവാനും പറ്റും. പിയറിന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ആ ഒരു അവസരത്തിന് പിയർ കാത്തിരിക്കുകയായിരുന്നു. കൂടുതൽ ഉത്സാഹത്തോടെ അടുത്ത ദിവസം എങ്ങനെയാണ് തന്റെ ഇടം ഡെക്കറേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിഷുകളാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള പ്ലാനുകളും മറ്റും പിയർ തയ്യാറാക്കാൻ തുടങ്ങി. വേണ്ട കാര്യങ്ങളൊക്കെ ബെഞ്ചമിനോടും ലൂയിസിനോടും ജേക്കബിനോടും പിയർ വിശദീകരിച്ചു കൊടുത്തു. അധികം വൈകാതെ പിയർ ഓർഡർ ചെയ്ത വസ്തുക്കളുമായി കൊട്ടാരത്തിൽ നിന്ന് ആളുകളും എത്തി. അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കാൻ ആരംഭിച്ചു. പിയർ ആണെങ്കിൽ തന്റെ കുക്കിങ്ങിലേക്കും കടന്നു. കൃത്യം ഒരാഴ്ച പിന്നിട്ടപ്പോ ഡ്യൂക്കിന്റെ ബോഡി ഗാർഡ് വീണ്ടും വന്നു. അദ്ദേഹം പിയറിനോട് പറഞ്ഞു, ഗസ്റ്റുകൾ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നാളത്തേക്ക് വിരുന്ന് തയ്യാറാക്കണം. പെട്ടെന്ന് വന്ന് അങ്ങനെ പറഞ്ഞപ്പോ പിയർ ഒന്ന് ഞെട്ടിയിരുന്നു. മുമ്പിലുള്ളത് ഒരു ദിവസം മാത്രമാണ്. എങ്ങനെ ഇത്രയധികം വിഭവങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യും? പിയർ അല്പം ഭയപ്പെട്ടിരുന്നു. പക്ഷേ മുമ്പിൽ വന്ന അവസരം തട്ടിക്കളയാനും
പിയർ ഒരുക്കമായിരുന്നില്ല. ലൂയിസ് പക്ഷെ പിയറിന് ധൈര്യം പകർന്നു. നാളെ കൊണ്ട് ഒക്കെ നമുക്ക് ശരിയാക്കാം എന്ന തരത്തിൽ അവൾ പറഞ്ഞു. പിയറും അല്പം ധൈര്യത്തോടെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. പക്ഷെ ബോഡി ഗാർഡ് പോയതും പിയറിന്റെ മട്ടുമാറി. നീ എന്തിനാ ഇടയ്ക്ക് കയറിയൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഞാനും പറഞ്ഞു പോയേ, ഞാനല്ലേ കുക്ക് ചെയ്യണ്ടേ? ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിയർ ലൂയിസിനോട് രോഷാകുലനാവാൻ ആരംഭിച്ചു. അവിടെ അങ്ങനെ ബഹളം നടക്കുമ്പോഴാണ് പുറത്ത് കൊണ്ടുവന്നു വെച്ചിരുന്ന ബാരലുകൾ വീഴുന്ന ശബ്ദം പിയർ കേൾക്കുന്നത്. അവർ വേഗമോടി പുറത്തേക്ക് ചെന്നു. ഭാരമുള്ള ബാരൽ ജേക്കബിന്റെ ദേഹത്തേക്ക് വീണ് കിടക്കുകയായിരുന്നു. ആ അപകടത്തിൽ ജേക്കബ് കൊല്ലപ്പെട്ടു. അധികം വൈകാതെ ജേക്കബിനെ അവർ അടക്കം ചെയ്തു. എപ്പോഴും അവരുടെ കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തായ ജേക്കബിന്റെ മരണം പിയറിനെ വിഷമിപ്പിച്ചെങ്കിലും കാത്തു നിൽക്കാൻ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല. എത്രയും വേഗം കുക്കിംഗ് ആരംഭിക്കണം. നാളത്തെ ദിവസത്തിനു വേണ്ടിയുള്ള വിഭവങ്ങളും തയ്യാറാക്കണം. സന്ധ്യയായിട്ടും പിയർ കുക്കിംഗിൽ തന്നെയായിരുന്നു. കിച്ചൺ മെസ്സിയാവുന്നതും ഒന്നും പിയറിന് പ്രശ്നമായിരുന്നില്ല. എങ്ങനെയും എല്ലാ ഡിഷുകളും പൂർത്തീകരിക്കണം, ഡ്യൂക്കിനെ അടക്കം ഇംപ്രസ് ചെയ്യിക്കണം എന്നത് മാത്രമായിരുന്നു പിയറിന്റെ മനസ്സിൽ. അന്ന് വെയർഹൌസിലേക്ക് എത്തിയ പിയർ ബെഞ്ചമിൻ ദുഃഖത്തോടെ ഇരിക്കുന്നത് കണ്ടു. ബെഞ്ചമിൻ പിയറിനോട് ചോദിച്ചു, അന്ന് ഉച്ചയ്ക്കല്ലേ ജേക്കബ് അങ്കിൾ മരണപ്പെട്ടത്? എന്നിട്ടും അച്ഛൻ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിയർ പറഞ്ഞു, ഞാൻ കരയുന്നില്ലെന്ന് വെച്ച് എനിക്ക് ദുഃഖമില്ലെന്ന് അർത്ഥമില്ല. പക്ഷേ ജോലി അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മുമ്പിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ അധികം സമയവുമില്ല. അത് കേട്ട് ബെഞ്ചമിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അച്ഛനുമായി ബെഞ്ചമിൻ ചെറിയൊരു വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ അബദ്ധത്തിൽ ഓയിൽ തട്ടി താഴെ വീണു. തീ പടർന്ന് പിടിക്കാൻ തുടങ്ങി. തീ കെടുത്താൻ പിയറിനും ബെഞ്ചമിനും ലൂയിസിനും ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. ആശ്രമത്തിൽ പിയറിന്റെ കൈക്കും സാരമായി പൊള്ളലേറ്റിയിരുന്നു. കുറെ വസ്തുക്കളൊക്കെ സംരക്ഷിക്കാനും രക്ഷിച്ചെടുക്കാനും അവർക്ക് പറ്റിയെങ്കിലും പിയറിന്റെ കൈയിന് പൊള്ളലേറ്റല്ലോ. എങ്ങനെ കുക്ക് ചെയ്യും എന്ന് പിയറിനൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ മാത്രമാണ് എല്ലാ വിഭവവും തയ്യാറാക്കാൻ ഇനി ബാക്കിയുള്ളത്. പിയറാകെ നിരാശനായി. ലൂയിസ് പിയറിന്റെ കൈയിലെ പൊള്ളലിൽ മരുന്ന് വെക്കുകയായിരുന്നു. ബാൻഡേജ് ചുറ്റുകയായിരുന്നു. ലൂയിസ് പിയറിനെ ആശ്വസിപ്പിച്ചു. ഡ്യൂക്ക് എത്താൻ 9 മണിക്കൂർ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ധൈര്യമായി വിശ്വസിച്ച് എല്ലാം ചെയ്യാൻ ഏൽപ്പിക്കൂ. നിങ്ങൾ പറയുന്ന പോലെ ഞാനൊക്കെ പ്രവർത്തിക്കാം, വിഭവങ്ങൾ തയ്യാറാക്കാം. പിയറിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ലൂയിസിനെ വെച്ച് കുക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ പിയർ ആരംഭിച്ചു. പിയർ പറഞ്ഞു കൊടുത്ത പോലെ ഓരോന്നും ചെയ്ത് ലൂയിസ് കുക്ക് ചെയ്തു. ഒന്നും തെറ്റിക്കാതെ താൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ലൂയിസിനെ കണ്ട് പിയറിന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. പിയർ അവളിൽ വല്ലാതെ ഇംപ്രസ്ഡ് ആയി. വൈകാതെ വിഭവങ്ങളും തയ്യാറാക്കപ്പെട്ടു. അധികം വൈകാതെ പ്രഭു കുടുംബത്തിലെ മേറ്റുകളും വന്നു. അവർ അവിടുത്തെ പരിസരവും മറ്റും പൂർണ്ണമായി അലങ്കരിക്കാനും ആവശ്യമായത് ചെയ്യാനുമൊക്കെ ആരംഭിച്ചു. പിയർ തിരക്കിലായിരിക്കുമ്പോൾ ലൂയിസ് അകത്തേക്ക് പോയിരുന്നു. ഉണ്ടാക്കി വെച്ചൊരു വിഭവത്തിൽ ലൂയിസ് വിഷം ചേർത്തു. അങ്ങനെ ഇവന്റിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ആയി. ഭക്ഷണമൊക്കെ ഭംഗിയായി സജ്ജീകരിച്ചു. ഗസ്റ്റുകളായിട്ടുള്ള ഗ്രൂപ്പ് പിയറിന്റെ വീടിന്റെ മുമ്പിലൂടെ വന്നു. പക്ഷേ അവർ അവിടെ നിന്നില്ല. അവർ മുമ്പിലേക്ക് സഞ്ചരിച്ചു പോയി. കുറച്ച് സമയത്തിനു ശേഷം പിയറിന് ഔദ്യോഗികമായൊരു ലെറ്റർ കിട്ടി. പാർട്ടി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരുന്നു അത്. ഡ്യൂക്ക് ആദ്യം ചിന്തിച്ചത് പിയറിന്റെ വീടും പരിസരവും നോബൽസിന് വരാൻ പറ്റുന്ന രീതിയിൽ വലിയ ഇടമായിരിക്കുമെന്നായിരുന്നു. പക്ഷെ അതൊരു ചെറിയ വീടാണെന്നറിഞ്ഞതും ഡ്യൂക്ക് തീരുമാനം മാറ്റിയതാണത്രേ. അത് കേട്ടതും ലൂയിസ് വല്ലാതെ ദേഷ്യപ്പെട്ടു. അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈസിയായിട്ട് ഡ്യൂക്ക് ഒക്കെ വേണ്ടെന്ന് വെച്ചല്ലോ. ഡെക്കറേഷൻസ് വരെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ലൂയിസിന്റെ പെരുമാറ്റം. അപ്പോഴാണ് ലൂയിസ് വിഷം ചേർത്ത് ആ ഒരു വിഭവം എടുത്ത് ബെഞ്ചമിൻ കഴിക്കാൻ പോകുന്നത് ലൂയിസ് കണ്ടത്. അവളത് തട്ടിത്തെറിപ്പിച്ചു. ലൂയിസിന്റെ വിചിത്രമായ ഈ പ്രവൃത്തിയൊക്കെ പിയർ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. ലൂയിസിന്റെ പ്രവൃത്തികളിൽ പിയറിന് ശക്തമായ സംശയം തോന്നി. അവളെ മാറ്റി നിർത്തി പിയർ കാര്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ ലൂയിസ് സത്യം പറയാൻ തയ്യാറാവുകയാണ്. യാഥാർത്ഥ്യത്തിൽ ലൂയിസ് പിയറിന്റെ ശിഷ്യാവാൻ വന്നതിന് കാരണം തന്നെ തന്റെ ജീവിതം തകർത്തിയാളെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പിയർ തന്റെ യജമാനനായി കണ്ടിരുന്ന അവിടുത്തെ ഡ്യൂക്കായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പാണ്. ലൂയിസ് വളരെ സമ്പന്നയായ ഒരു കുടുംബത്തിലെ വ്യക്തിയുടെ ഭാര്യയായിരുന്നു. ഡ്യൂക്കും അയാളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പും മറ്റും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഡ്യൂക്ക് ലൂയിസിനെ കണ്ടു. ലൂയിസിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. പിന്നാലെ ലൂയിസിനെ വളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ലൂയിസ് അതിന് നിന്നുകൊടുത്തില്ല. അതോടെ ഡ്യൂക്ക് കോപാകുലനായി. വളരെ വിദഗ്ധമായി പിന്നാലെ ഡ്യൂക്ക് ലൂയിസിന്റെ കെട്ടിയോനെ കൊന്നു. സ്വത്തുക്കൾ മുഴുവൻ ഡ്യൂക്കിന്റെ കൈവശപ്പെടുത്തി. അന്നു മുതൽ ഡ്യൂക്കിനെതിരെ പ്രതികാരം ചെയ്യാൻ ലൂയിസ് കച്ചകെട്ടി നടക്കുകയാണ്. മുമ്പും പലതവണ പല രീതിയിൽ അവൾ ശ്രമിച്ചെങ്കിലും ഒന്നും വിലപ്പോയില്ല. ഒടുവിലായിരുന്നു പിയറിന്റെ കാര്യമറിഞ്ഞ് പിയറിന്റെ അടുത്തേക്ക് അവൾ എത്തിച്ചേരുന്നത്. അന്ന് ഭക്ഷണത്തിൽ
വിഷം കലർത്തി ഡ്യൂക്കിനെ കൊല്ലാനായിരുന്നു അവളുടെ പദ്ധതി. അവളൊക്കെ പറഞ്ഞതും പിയർ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയി. അവളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പിയർ രോഷത്തോടെ പറഞ്ഞു. വൈകാതെ ലൂയിസ് അവിടെ നിന്ന് പോവാനിറങ്ങിയ ലൂയിസിനെ തടഞ്ഞു നിർത്താൻ ബെഞ്ചമിൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലൂയിസ് പോകുന്നതിൽ പിയറിനും ദുഃഖമുണ്ടായിരുന്നു. അത് കാണാതിരിക്കാൻ പിയർ കുതിരയെടുത്ത് അവിടെ നിന്ന് ഓടിച്ചു പോവാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ നന്നായി കുതിരയോടിക്കാൻ അറിയാൻ പാടില്ലാത്ത പിയർ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. കാലുകുടുങ്ങിയതുകൊണ്ട് കുതിര പിയറിനെ വലിച്ചിഴച്ച് മുമ്പോട്ട് കൊണ്ടുപോവാൻ തുടങ്ങി. സാരമായ പരിക്ക് പിയറിന് പറ്റിയിരുന്നു. ലൂയിസ് അതോടെ പോകുന്ന കാര്യം വേണ്ടെന്ന് വെച്ചു. പരിക്കേറ്റ പിയറിനെ മുറിവുകൾ കിട്ടി അവൾ പരിപാലിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം പിയർ ചികിത്സയിലായിരുന്നു. ഒടുവിൽ ഒരു ദിവസം പിയറിന് സുഖപ്പെട്ടു. പുറത്ത് ശബ്ദം കേട്ടായിരുന്നു പിയർ എഴുന്നേറ്റ് വന്നത്. ഇറങ്ങി വന്ന പിയർ കണ്ടത് തന്റെ ആ സത്രത്തിൽ നിരവധി സോൾജേഴ്സ് എത്തി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. അകത്തും പുറത്തുമായി നിരവധി സോൾജേഴ്സ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂയിസ് അവർക്ക് ഭക്ഷണം വിളമ്പുന്നു. ബെഞ്ചമിൻ അവളെ സഹായിക്കാനുണ്ട്. പിയർ ലൂയിസിനടുത്തേക്ക് എത്തി. ലൂയിസ് പറഞ്ഞു, രാവിലെ ഈ പട്ടാള സംഘം വന്നു. ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ പഠിപ്പിച്ച റെസിപ്പി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അവർ കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെട്ടു. സഹായത്തിന് ഞാൻ ഓർഫനേജിലെ കുട്ടികളെയും വിളിച്ചിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ആവശ്യത്തിന് പണവും കിട്ടിയിട്ടുണ്ട്. അന്ന് കുറച്ചു കഴിഞ്ഞ് പിയർ ഭക്ഷണം കഴിക്കാനിരുന്നു. ലൂയിസ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. ലൂയിസ് ആ സമയം പിയറിനോട് സംസാരിച്ചു. ഏതെങ്കിലും പ്രഭുക്കളുടെ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഇത്തരത്തിൽ ആളുകൾക്ക് വെച്ചു വിളമ്പിയാൽ കിട്ടും. സമ്പന്നരെ പോലെ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരിടം പിയറിന് ആരംഭിച്ചുകൂടെ? ആളുകൾ പണം തന്ന് ഭക്ഷണം കഴിക്കാൻ എത്തിയാലോ? ലൂയിസിന്റെ ആ സംസാരം പിയറിന് ഇഷ്ടപ്പെട്ടില്ല. അവളെ അവിടെ നിന്ന് ഇറക്കിവിടാൻ വരെ പിയർ ശ്രമിച്ചു. അപ്പോഴാണ് ബെഞ്ചമിൻ പറഞ്ഞത്, പിയർ സുഖമില്ലാതെ കിടന്നപ്പോ പിയറിനെ പരിപാലിച്ചതും പിയറിനെ സുഖപ്പെടുത്തിയെടുത്തതും ലൂയിസ് ആണെന്ന്. അതോടെ പിയർ ഒന്ന് സൈലന്റ് ആയി. പിന്നാലെ ലൂയിസ് പറഞ്ഞത് ബെഞ്ചമിനെ മേറ്റുപിടിച്ചു. ഡ്യൂക്കിനോട് പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും മികച്ച വഴിയാണിത്. അവരുടെ കൊട്ടാരത്തിലെ ഷെഫിനേക്കാൾ കൂടുതൽ പണം ഇതുപോലെ ഭക്ഷണം വിളമ്പുന്ന ഒരിടം തുടങ്ങി അച്ഛനെ സമ്പാദിക്കാൻ പറ്റിയാൽ ഡ്യൂക്കിന് മുമ്പിൽ അച്ഛൻ വിജയിച്ച പോലെ ആവില്ലേ? അച്ഛനിത് ആരംഭിച്ചാൽ ഇതുപോലെ അച്ഛന്റെ ഈ സ്മാർട്ട് ഐഡിയ നാട്ടിലെ പല ആളുകളും ചെയ്യും. പലരും ഭക്ഷണശാലകൾ തുറക്കും. പിയറിനും അത് കൊള്ളാലോ എന്ന് തോന്നി. ഒടുവിൽ മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും അവർ പറഞ്ഞ കാര്യത്തിന് പിയർ സമ്മതിച്ചു. വൈകാതെ അവിടം ഒരു റെസ്റ്റോറന്റിന് തുല്യമായ രീതിയിൽ മനോഹരമായി അവർ അലങ്കരിച്ച് തയ്യാറാക്കി. ആളുകൾക്ക് മടുപ്പില്ലാതിരിക്കുവാൻ ഓരോ ദിവസവും വ്യത്യസ്ത മെനുകൾ വരെ പിയർ തയ്യാറാക്കിയിരുന്നു. ലൂയിസിനെ കൊണ്ട് അയാൾ അതൊക്കെ എഴുതിപ്പിച്ചു വെച്ചു. അധികം വൈകാതെ ബെഞ്ചമിൻ ഓടി വന്നു. നമുക്കൊരു വിസിറ്റർ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുണ്ടായിരുന്നു ബെഞ്ചമിന്റെ വരവ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ കസ്റ്റമർ. അവരുടെ ഭക്ഷണശാല അവിടെ ആരംഭിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആളുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. അവരുടെ റെസ്റ്റോറന്റിലെ ഭക്ഷണശാലയിലെ തിരക്കേറി. രുചികരമായ ഭക്ഷണം, പ്രഭുക്കൾ കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം പിയർ അവർക്കൊക്കെ വെച്ചു വിളമ്പി. അത്യാവശ്യം വരുമാനവും അതിൽ നിന്ന് വരാനാരംഭിച്ചു. ഒരു മാസക്കാലം അങ്ങനെ കടന്നുപോയി. പിയറിന്റെ ബിസിനസ് അത്യാവശ്യം തിരക്കുള്ള ഒന്നായി മാറി. ആ ഒരു സമയത്താണ് ഡ്യൂക്കിന്റെ പ്രധാന സേവകൻ ഹ്യാസിൻത്ത് വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നത്. പിയർ ഇപ്പോ ബിസിനസ് നടത്തുകയാണല്ലോ, അതിൽ നിന്ന് ടാക്സ് പിരിക്കാനായിരുന്നു അയാളുടെ വരവ്. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ലൂയിസ് കടന്നു വരുന്നത്. ഹ്യാസിൻത്ത് തന്നെ തിരിച്ചറിഞ്ഞാലോ എന്ന് ചിന്തിച്ച് ബാസ്ക്കറ്റ് വെച്ച് മുഖം മറച്ച് അവൾ അകത്തേക്ക് കയറി. പിന്നാലെ പുറത്തു വന്നു മറഞ്ഞു നിന്നു. അത്രനാളും ഡ്യൂക്കിനോടുള്ള റിവഞ്ചൊക്കെ മറന്ന് അവിടെ ജീവിക്കുകയായിരുന്നു അവൾ. പക്ഷേ ഡ്യൂക്കിന്റെ പ്രധാന സേവകനെ കണ്ടതും അവളുടെ ഉള്ളിലെ ആ പ്രതികാരത്വര നുരഞ്ഞ് കയറി വരാൻ തുടങ്ങി. പക്ഷേ പിയറിനൊപ്പം നിന്നാൽ പ്രതികാര ബുദ്ധിയോടെ താനെന്തെങ്കിലും ചെയ്ത് പിയറിന്റെ പേരും ചീത്തയായാലോ എന്നൊരു പേടി ലൂയിസിന് വന്നു. ലൂയിസ് അങ്ങനെ അവിടം വിട്ടുപോവാൻ തീരുമാനിച്ചു. ഡ്യൂക്കിനെ കൊല്ലാൻ തീരുമാനിച്ച് അവൾ അന്ന് അവിടം വിട്ടിറങ്ങി. പോകുന്നതിന് മുമ്പ് പിയറിനൊരു ഫെയർവെൽ ലെറ്ററും അവൾ എഴുതി വെച്ചിരുന്നു. അത് വായിച്ച പിയർ ആകെ കൺഫ്യൂസ്ഡ് ആയി. ആ കൺഫ്യൂഷൻ പതിയെ പതിയെ നിരാശയിലേക്ക് മാറി. ലൂയിസിന്റെ സപ്പോർട്ടില്ലാതെ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പിയറിന് പറ്റുന്നുണ്ടായിരുന്നില്ല. പിയർ അറിയാതെ ലൂയിസിനോട് പിയറിന്റെ ഉള്ളിൽ ഒരു സ്നേഹം വളർന്നിരുന്നു. പതിയെ പതിയെ ഭക്ഷണം പാകം ചെയ്യൽ പിയറിന് അത്ര നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതായി. രുചി കുറഞ്ഞതോടെ റെസ്റ്റോറന്റിലേക്കുള്ള ആളുകളുടെ വരവും കുറഞ്ഞു. പലപ്പോഴും ആളുകൾക്ക് തെറ്റായ ഫുഡ് സെർവ് ചെയ്തും മറ്റും കസ്റ്റമേഴ്സിനെ അവർ നഷ്ടപ്പെടുത്തി. ഒടുവിൽ ഒട്ടും തന്നെ ആളുകൾ റെസ്റ്റോറന്റിലേക്ക് വരാതായി. ഒരു ദിവസം ബെഞ്ചമിൻ പിയറിന്റെ അടുത്ത് ചെന്ന്
പറഞ്ഞു. നിലവിൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ആവശ്യത്തിന് ഗ്രോസറീസ് വാങ്ങാൻ പോലും പറ്റില്ല. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആളുകൾ വരുന്നത് അച്ഛന്റെ രുചികരമായ ഭക്ഷണം കഴിക്കാനാണ്, അല്ലാതെ ഏതെങ്കിലും പെണ്ണിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അച്ഛനെ കാണാനോ അച്ഛന്റെ അവസ്ഥ നോക്കിക്കാണാനോ അല്ല. പിയർ തലപുകഞ്ഞ് കുറെ ആലോചിച്ചു. പിയറിന് തന്റെ റെസ്റ്റോറന്റിലേക്ക് ലൂയിസിനെ തിരികെ വേണമായിരുന്നു. ഒടുവിൽ അവനൊരു പദ്ധതിയുണ്ടാക്കി. അന്ന് രാത്രിയിൽ ഡ്യൂക്കിനെ ചെന്ന് പിയർ കണ്ടു. അവിടുത്തെ ജോലി രാജിവെച്ച ശേഷം താനൊരു റെസ്റ്റോറന്റ് ആരംഭിച്ചുവെന്നും ആദ്യമൊക്കെ നല്ല വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നും പിയർ ഡ്യൂക്കിനെ അറിയിച്ചു. പക്ഷേ ഡ്യൂക്ക് അവന്റെ ഐഡിയയെ പുച്ഛിക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഈ ഫ്രാൻസിൽ പ്രഭുക്കൾക്ക് മാത്രമേ കുലീനമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ. ഒരു സാധാരണക്കാരന് വന്ന് ഒരിക്കലും ആ ഫുഡ് അഫോർഡ് ചെയ്യാനോ കഴിക്കാനോ പറ്റില്ല. പിയറിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ പിയറൊക്കെ അടക്കി പിടിച്ചു. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ പിയർ മുൻകാല തെറ്റിനടക്കം ഡ്യൂക്കിനോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ തന്റെ ഡൈനിങ് പ്ലേസിലേക്ക് ഭക്ഷണം കഴിക്കാനായി ഡ്യൂക്ക് വരണമെന്നും നാളെ കഴിഞ്ഞു വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഡ്യൂക്കിനെ ക്ഷണിച്ചു. പക്ഷേ ഡ്യൂക്ക് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. നാളെ കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വരാം, പക്ഷേ അത് കഴിഞ്ഞാൽ നീ ആ റെസ്റ്റോറന്റ് പൂട്ടിക്കെട്ടണം, എന്റെ അടുക്കളയിൽ വന്ന് എനിക്ക് വേണ്ടി പാചകം ചെയ്യണം. പിയർ അതിനെ സമ്മതിച്ചു. അടുത്ത ദിവസം ലൂയിസിനെ പറ്റിയുള്ള വിവരം പിയറിന് കിട്ടിയിരുന്നു. പിയർ ലൂയിസിനെ കാണാൻ ചെന്നു. ലൂയിസ് ഒരിടത്ത് ഒരു കന്യാസ്ത്രീ വേഷത്തിൽ ജീവിക്കുകയായിരുന്നു. പിയർ അന്ന് അവിടെ ചെന്ന് അവളെ കണ്ട് സംസാരിച്ചു. തന്റെ മനസ്സിലെ ഇഷ്ടവും കാര്യങ്ങളുമൊക്കെ തുറന്നു പറഞ്ഞു. ആത്മാർത്ഥമായ പിയറിന്റെ സ്നേഹവും തുറന്നു പറച്ചിലും ലൂയിസിനെ നോക്കിക്കാണാമായിരുന്നു. പിന്നാലെ ഡ്യൂക്കിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവസരം താൻ ഒരുക്കിയിട്ടുണ്ടെന്നും തന്റെ കൂടെ വരണമെന്നും പിയർ അവളോട് ആവശ്യപ്പെട്ടു. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ വന്നാലും തനിക്കൊരു കുഴപ്പവുമില്ലെന്നും താൻ അവളുടെ കൂടെയുണ്ടാകും എന്നും പിയർ പറഞ്ഞിരുന്നു. പിയറിന്റെ ആ മനസ്സിനോട് ലൂയിസിനും ഇഷ്ടം തോന്നി. പിയറിന്റെ ഒപ്പം അന്ന് അവന്റെ റെസ്റ്റോറന്റിലേക്ക് പോവാൻ ലൂയിസ് തയ്യാറായി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഡ്യൂക്കും ഡ്യൂക്കിന്റെ ഭാര്യയും പിയറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പിയറിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെങ്ങും ഒരു കസ്റ്റമേഴ്സും ഇല്ലെന്ന് കണ്ട് ഡ്യൂക്ക് സന്തോഷപ്പെടുന്നുണ്ടായിരുന്നു. പിയർ ഡ്യൂക്കിനെ സ്വാഗതം ചെയ്തു. അവിടുത്തെ ഒരു ടേബിളിൽ കൊണ്ടിരുത്തി. പതിവിൽ കവിഞ്ഞ അലങ്കാരങ്ങളൊന്നും ഡ്യൂക്കിനായി അവർ ഒരുക്കിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഡ്യൂക്കിനായി കൊടുത്ത ഭക്ഷണം പിയർ ആദ്യമുണ്ടാക്കിയ ഡിലീഷ്യസ് എന്ന് പിയർ പേരിട്ടിരുന്ന ആ പേസ്ട്രി ആയിരുന്നു. അന്ന് ഡ്യൂക്കിന്റെ ഗസ്റ്റുകൾ പിയറിനെ പുച്ഛിച്ച് സംസാരിച്ചു പോയ അതേ പേസ്ട്രി തന്നെ. ഉരുളക്കിഴങ്ങുള്ള ആ വിഭവം. ഡ്യൂക്ക് അത് നോക്കി അല്പം മുഖം ചുളിച്ചു നിന്നപ്പോഴേക്കും ഡ്യൂക്കിന്റെ ഭാര്യ അത് കഴിച്ചിരുന്നു. പോരാത്തതിന് നല്ല അഭിപ്രായവും പറഞ്ഞു. അതോടെ നിർബന്ധിത അവസ്ഥയിൽ ഡ്യൂക്ക് അത് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മറ്റു പല ഗസ്റ്റുകളും എത്തിത്തുടങ്ങിയിരുന്നു. ഡ്യൂക്കിനതാണേൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. സമൂഹത്തിലെ പലതരത്തിലുള്ള ആളുകൾ, സമ്പന്നരും ദരിദ്രരും ഒക്കെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഓരോ സീറ്റിലും ഇരിക്കാൻ തുടങ്ങി. ഡ്യൂക്ക് പിയറിനോട് പറഞ്ഞു, എല്ലാവരെയും ഇറക്കി വിടണം, ഈ വിരുന്ന് ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമുള്ളതല്ലേ. ദേഷ്യപ്പെട്ട് ഡ്യൂക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ലൂയിസ് മുമ്പോട്ടേക്ക് വന്നു. ലൂയിസിനെ കണ്ടതും ഡ്യൂക്ക് ഭയന്നിരുന്നു. എങ്ങാനും ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് കരുതി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഒഴിവാക്കാൻ ഡ്യൂക്ക് ശ്രമിക്കുക കൂടി ചെയ്തു. ലൂയിസ് ചിരിയോടെ പറഞ്ഞു, ഞാനതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. കലർത്തണമെങ്കിൽ എനിക്കാവാമായിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഭാര്യ അടുത്തുള്ളതുകൊണ്ട് തന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഭാര്യ അറിയാതെ മാറ്റിപ്പിടിക്കാൻ ഡ്യൂക്ക് ശ്രമിച്ചിരുന്നു. ലൂയിസ് പിന്നാലെ പറഞ്ഞു, വിഷം കലർത്തിയില്ല എന്ന് കരുതി ഇതൊരു അവസാനമാണെന്ന് കരുതണ്ട. നിങ്ങളെപ്പോലുള്ളവർ ഏറ്റുവാങ്ങേണ്ടത് സമൂഹത്തിന്റെ ശിക്ഷാവിധിയാണ്. അവിടെ വന്ന എല്ലാത്തരം ആളുകളുടെയും മുമ്പിൽ വെച്ച് ഡ്യൂക്ക് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്യൂക്കിന് വല്ലാതെ ദേഷ്യം വന്നുകൊണ്ടിരുന്നു. പിന്നാലെ പിയർ ഇൻവിറ്റേഷൻ ഡ്യൂക്കിനെ കാണിച്ചു. അതിൽ കൃത്യമായി എഴുതിയിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണശാലയിലേക്ക് വരാം. ചാംഫോർട്ടിലെ ഡ്യൂക്കിനൊപ്പം നിങ്ങൾക്കൊരു ഫ്രീ മീല് കഴിക്കാം. ഡ്യൂക്കിനൊപ്പം ലഞ്ച് കഴിക്കാൻ ആഗ്രഹിച്ചു വന്നവരായിരുന്നു അവരൊക്കെ. ഡ്യൂക്കിനെ അവരുടെ നിലവാരത്തിലേക്ക് താഴ്ത്തിക്കെട്ടി പിയർ അങ്ങനെ എഴുതിയതിൽ ഡ്യൂക്കിന് വല്ലാത്ത രോഷവും നാണക്കേടും തോന്നി. ഡ്യൂക്കിന്റെ കണ്ണുകൾ വരെ രോഷത്താൽ നിറഞ്ഞിരുന്നു. ദേഷ്യത്തിൽ ഡ്യൂക്ക് പറഞ്ഞു, പിയർ തന്നോട് ചെയ്തതിന് ഒരു ദിവസം താൻ പകരം ചോദിക്കും. ഉടൻ ലൂയിസ് ഇടപെട്ടു, ആരെയാ നിങ്ങൾ വിരട്ടുന്നത്? നിങ്ങൾ പിയറിനെതിരെയോ ഞങ്ങൾക്കെതിരെയോ വല്ലതും ചെയ്താൽ നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനുമെതിരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എന്റെ അടുത്ത് തെളിവുകളുണ്ട്. ഞാനത് ഫ്രാൻസിലെ രാജാവിന് തന്നെ കൈമാറും. പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. നിങ്ങൾക്ക് വധശിക്ഷ വിധിക്കാവുന്ന തെളിവുകളാ എന്റെ കയ്യിലുള്ളത്, അത് മറക്കണ്ട. പിന്നാലെ പ്രഭുക്കന്മാർ ധരിക്കുന്ന അന്തസ് കാണിക്കുന്ന വെള്ളമുടി ഡ്യൂക്കിന്റെ തലയിൽ നിന്ന് അവളങ്ങ് ഊരിയെടുത്തു. ദേഷ്യം വന്ന ഡ്യൂക്ക് ലൂയിസിനെ തല്ലാനായി കൈയോങ്ങി. പക്ഷേ കൈ പിടിച്ച് പിയർ അത് തടഞ്ഞു. പിന്നാലെ ഡ്യൂക്കിനോട് പറഞ്ഞു, ഡ്യൂക്ക് ചെയ്ത തെറ്റുകൾക്ക് ലൂയിസിന് മുമ്പിൽ മുട്ടുകുത്തി നിങ്ങൾ അവളോട് മാപ്പപേക്ഷിക്കണം. ഇതിനിടയിൽ ഡ്യൂക്കിന്റെ പ്രവൃത്തികളും സംസാരവും ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്നവരും ഡ്യൂക്കിനെതിരെ തിരിഞ്ഞു. പ്രഭുത്വം തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനൊക്കെ ആരംഭിച്ചു. ഡ്യൂക്ക് വല്ലാതെ ഭയപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയാണ്. താൻ വർഷങ്ങളോളം സർവ് ചെയ്ത് ആ ഒരു പ്രഭു കാണിച്ച പ്രവൃത്തികളും അവിടെ നിന്നിറങ്ങി ഓടിയതുമൊക്കെ കണ്ടപ്പോ ഹൈസിന്ത് അക്ഷരാർത്ഥത്തിലൊന്ന് ഞെട്ടിയിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് രണ്ട് വിസിറ്റേഴ്സ് വന്നത്. ഹേസിന്തിന്റെ അടുത്ത് അവർ ഇവിടെ ഇനി ടേബിൾ ഉണ്ടാകുമോ എന്ന് തിരക്കി. ആ ഒരു നിമിഷത്തിൽ
സത്യത്തിൽ താൻ എത്രനാളും സെർവ് ചെയ്തത് ഒരു റോങ് പേഴ്സണെയായിരുന്നു എന്ന് ഹ്യസിൻത്ത് തിരിച്ചറിഞ്ഞു. അവിടുത്തെ കസ്റ്റമേഴ്സിനെ സീറ്റൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഇരുത്താനും റെസ്റ്റോറന്റിന്റെ ഒരാളായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഹ്യസിൻത്ത് ആരംഭിച്ചു. തന്റെ തലയിലെ വിഗ് ഹ്യസിൻത്ത് എടുത്തുമാറ്റി സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്നു. ലൂയിസും പിയറും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവർ ചുംബിക്കുകയും ചെയ്തു. അതായിരുന്നു ഫ്രാൻസിലെ ആദ്യത്തെ റെസ്റ്റോറന്റിന്റെ തുടക്കം. അതിന് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഫ്രാൻസിന്റെ കോട്ട തകർന്നത്. അതായത് അവിടുത്തെ ഭരണം അട്ടിമറിഞ്ഞത്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.